അപ്പോഴേ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചതാവലി കിഴങ്ങ് കുഴിച്ചെടുക്കലാണ്. അപ്പോൾ അതേ ചതാവലിയുടെ വേരുള്ള ഭാഗമൊക്കെ ചേച്ചി കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് കുഴിക്കുമ്പോഴേക്കും ഇതേപോലെ ചെറിയ ചെറിയ കിഴങ്ങുകളൊക്കെ കിട്ടും. ഇത് ബേ ലീഫാണ്. ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചതാവലിയുടെ കിഴങ്ങ് കിട്ടിയത് ഈ കുളത്തിൻ്റെ കരയിൽ നിന്നാണ്. ഇവിടെ കുറച്ച് പൈനാപ്പിൾ ഉണ്ട്. അതിൽ ഒരെണ്ണം പൂത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ മൂത്തിട്ടില്ല. അപ്പോൾ ദേ പിന്നെ കുത്തിയത് ഈ സ്ഥലത്താണ്. ഇവിടെ ദേ ഒത്തിരി വലിയ മരങ്ങളുണ്ടല്ലോ. മിക്കയിടത്തും ചതാവലിയുടെ ചെടിയുണ്ട്. അത് കുഴിക്കുമ്പോഴാണ് ഓരോ കിഴങ്ങ് വീതം കിട്ടണത്. ഓരോ അല്ല, ചെറിയ ചെറിയ കിഴങ്ങുകളൊക്കെ കിട്ടണത്. അപ്പോൾ ഇവിടെ കുഴിച്ചപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പൈനാപ്പിൾ പൂത്ത് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇവിടെ ആദ്യത്തെ തവണ കുത്തിയപ്പോഴേക്കും ഇവിടെ കിട്ടിയില്ല. പക്ഷേ രണ്ടാമത്തെ തവണ കുഴിച്ചപ്പോഴേക്കും അപ്പച്ചന് ഒത്തിരി അത്യാവശ്യം മണ്ണുള്ള രീതിയിലുള്ള ചതാവലിയുടെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെയാണ് കേട്ടോ കുഴിച്ച് നോക്കിയത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയത്. ഇത് അച്ചാർ ഉണ്ടാക്കാനാണ് കേട്ടോ ഈ കുത്തിയെടുക്കണത്. അങ്ങനത്തെ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്തോ പുഴുങ്ങിയെടുക്കണമെന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഴിക്കലും കിളക്കലൊക്കെ ആയിട്ട് പണിയൊക്കെ നിർത്തി ഞങ്ങളിതേ ചതാവലി കിഴങ്ങുമായിട്ട് വീട്ടിലോട്ട് കയറുകയാണ്. ഇനി ഇതിപ്പോൾ അച്ചാറിട്ട് വെക്കണം. അത് ചേച്ചിയുടെ അമ്മ ചെയ്തോളും.